Welcome back to Nish Tales. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ട് വർക്കാണ് മണ്ടാല ആർട്ട്. അപ്പോൾ ഈ മണ്ടാല ആർട്ട് വർക്കിനെ കുറിച്ചിട്ട് 2-3 വീഡിയോസ് ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറൊരു ഡിസൈൻ, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. നേരത്തെ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മണ്ടാല വർക്ക് നല്ലൊരു റിലാക്സിങ് ആർട്ട് വർക്കാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ മിക്കപ്പോഴും ഈവനിങ് ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ഈവനിങ് ചായയൊക്കെ കുടിക്കുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വർക്കാണ് ഇത്. അപ്പൊ ഇതിന് ഈ മണ്ടാല ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ടൂൾസും കാണിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പെയിന്റ് ബ്രഷ്, പെൻസില്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചിട്ടും നമുക്ക് ഈ ആർട്ട് വർക്ക് കാണിക്കാം. ഇന്നത്തെ വീഡിയോയില് ആ ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ മണ്ടാല വർക്ക് കാണിക്കുന്നത്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പെയിന്റിങ്ങോ ഡ്രോയിങ്ങോ സ്കിൽസോ ടാലൻസോ ഒന്നും വേണ്ട. കുറച്ച് പേഷ്യൻസോടുകൂടി ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക്. മണ്ടാല ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിലുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് വാം സോപ്പ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് എല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇന്ന് ഞാൻ ബേസ് കോട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബേസ് കോട്ടിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അക്രിലിക് പെയിൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ലോഫ്റ്റ് ആണ്. ഇതാണ് ഇതിവിടെയുള്ള മൈക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇനി ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പഞ്ച് ഉപയോഗിക്കാം. അത് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റിൽ പതുക്കെ ഒന്ന് മുക്കി പതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ കോട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് കോട്ടടിക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 1-2 ചിലപ്പോൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ 1-2 മാക്സിമം 3 കോട്ടിൽ നല്ല കൺസിസ്റ്റൻസി കിട്ടും. എനിക്ക് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ള ബേസ് കോട്ടാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇപ്പോൾ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം അടിച്ചു. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു കുറച്ച് കൺസിസ്റ്റൻസി കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കാൻ പോവാണ്. ഈ സെക്കൻഡ് കോട്ടും കൂടി മതി. അപ്പോഴേക്കും ഒരുവിധം നല്ല കവറേജ് കിട്ടും. ഇപ്പോൾ ബേസ് കോട്ടെല്ലാം ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഡോട്ട് ഞാൻ ഇന്നത്തെ ഡിസൈനിൽ കുറച്ച് വലിയ ഡോട്ടായിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലൂ സ്റ്റിക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഗ്ലൂ സ്റ്റിക്ക് വരുമ്പോൾ അത് നല്ല സർക്കിളാണ്. അപ്പോൾ അത് വെച്ചൊരു ഡോട്ട് ഇടാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പെൻസിലാണ്. പെൻസിലിൻ്റെ ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് വെറുതെ ഒരു ഡോട്ട്, പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട്, പിന്നെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട്. പിന്നെ ഇതിനൊരു പ്രത്യേക ഡിസൈനോ പാറ്റേണോ ഒന്നും ഫോളോ ചെയ്യൊന്നും വേണ്ട കേട്ടോ. എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈൻ വെച്ചിട്ട് ഞാനങ്ങ് ഡോട്ട് ഇട്ടിട്ട് പോവാണ്. പക്ഷെ മണ്ടാല ആർട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഭംഗി വരണം എന്നുണ്ടെങ്കിൽ ഈ 2 ഡോട്ട്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്രോപ്പറായിരിക്കണം. ആ ഡിസ്റ്റൻസ് നമ്മൾ കൂടിയോ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ ലുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മളിടുന്ന ഈ സർക്കിൾ എന്ന് പറയുന്നത് പ്രോപ്പർ സർക്കിളായിരിക്കണം. അപ്പോൾ അത് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ഡോട്ട് ഇടുമ്പോൾ സർക്കിൾ പ്രോപ്പർ ആയില്ലെങ്കിൽ അത് ഒന്നുകൂടി ഇട്ടിട്ട് ആ സർക്കിൾ കറക്റ്റ് സർക്കിളാക്കി വെക്കണം. അങ്ങനെ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഒത്തിരി പേഷ്യൻസോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ നല്ല ഭംഗിയാക്കി മാറ്റാൻ പറ്റും. ഇപ്പം ഞാനങ്ങ് ഇട്ട് പോവാട്ടോ. എനിക്കൊരു മനസ്സിൽ തോന്നുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട് ഇട്ടിട്ട് പോവാണ് ഡോട്ട്. ഇന്നത്തെ ഡിസൈൻ കുറച്ച് കളർഫുൾ ആട്ടോ. ഞാൻ ഒരുവിധം എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡോട്ടിൻ്റെ മീതെ വേറെ ഡോട്ടിട്ട്, അപ്പോൾ അതും ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഒരു ഡോട്ടിന് ചുറ്റും ഡോട്ട്സ് ഇടാം. അങ്ങനെ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം.
അങ്ങനെ സെൻറ്ററിലെ ഡിസൈൻ എല്ലാം കഴിഞ്ഞു. ഇനി മുകളിലും ചെറിയ മറ്റേ ക്യാപ്പിൻ്റെ അടുത്ത് ഞാൻ ചെറിയൊരു ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് അതിൽ ക്യാപ്പിൻ്റെ അവിടെ ഞാനൊരു ലേസ്, എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ജൂട്ട് ത്രെഡിൻ്റെ ഒരു ലേസാണ്, അത് ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഒരു ഫിനിഷ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Stay safe. Bye.